ഇന്ന് ഹിസ്റ്ററിയുടെ പോർഷനാണ്. കഴിഞ്ഞ വട്ടം ചൗരി ചൗര സംഭവം വരെ പറഞ്ഞു നിർത്തിയായിരുന്നു. ഇന്നതിൻ്റെ ബാക്കിയായിട്ടുള്ള സ്വരാജ് പാർട്ടി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുത്തുള്ളൂ. എന്നാലും നമ്മളതിൻ്റെ ഒരു ബേസ് പറഞ്ഞു പോവാണ്. അപ്പം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തലാക്കിയെന്ന് പറഞ്ഞു. അതായത് ചൗരി ചൗര സംഭവം ഉണ്ടാകുന്നത് ഗാന്ധിജിക്ക് ഒരു ഷോക്കായിട്ട് മാറി. അങ്ങനെ സമാധാനത്തിൽ കൊണ്ടിരുന്നവർ അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മപരിപാടി വയലൻസിലോട്ട് മാറിയതുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം പുള്ളി പെട്ടെന്ന് പിൻവലിക്കുകയാണ് ഗാന്ധിജി. അപ്പോൾ ഈ പെട്ടെന്നുള്ള ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിൻവലിക്കൽ കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായമുള്ളവർ ഉണ്ടാക്കി. അതായത് പിൻവലിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും പിൻവലിച്ച് നല്ലതായി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും, രണ്ട് അഭിപ്രായം ഉണ്ടാക്കാൻ കാരണമായി. അതിൽ ആ ഗ്രൂപ്പിൻ്റെ പേര് പറയുന്നതിന് മുമ്പിട്ട് ഈ ചൗരി ചൗര സംഭവം ഉണ്ടായിട്ട് പിന്നീട് ഗാന്ധിജി ഇതിൻ്റെ ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുത്ത് ജയിലിൽ പോവുകയാണ്. ജയിലിൽ പോയിട്ട് അങ്ങനെ കോൺഗ്രസ് അങ്ങനെ നിൽക്കുകയാണ്. കാരണം ഗാന്ധിജി മെയിൻ പ്രവർത്തകനായ ഗാന്ധി ജയിലിൽ പോയി. ഇനി ബാക്കിയുള്ള ആൾക്കാരെ നിൽക്കുകയാണ്. അതിനകത്ത് രണ്ട് അഭിപ്രായവും ഉണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിച്ചതിൽ. അതിൽ ഗാന്ധി ഭക്തന്മാരുണ്ട്. അതായത് സി രാജഗോപാലാചാരി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, വല്ലഭായ് പട്ടേൽ. ഇവരൊക്കെ പറയുന്നത് നോ ചേഞ്ചേഴ്സ് എന്നാണ്. നോ ചേഞ്ചേഴ്സ്, പ്രോ ചേഞ്ചേഴ്സ്. അങ്ങനെയാണ് ഈ രണ്ട് ചിന്താധാരയുള്ള ആൾക്കാർ പിരിയുന്നത്. അതിൽ നോ ചേഞ്ചേഴ്സാണ് ഈ സി രാജഗോപാലാചാരി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, വല്ലഭായ് പട്ടേൽ. ഇവരൊക്കെ ഗാന്ധി ഭക്തന്മാരാണ്. നോ ചേഞ്ചേഴ്സ്, അതായത് ഗാന്ധിജി പോയിട്ടിഞ്ഞ് വരട്ടെ, അതുവരെ കോൺഗ്രസ് ഇതുപോലെ തന്നെ അങ്ങ് പോവും എന്നുള്ള ഒരു ചേഞ്ചും വേണ്ട എന്നുള്ള രീതിയിൽ. പ്രോ ചേഞ്ചേഴ്സാണ് ഈ CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽഭായ് പട്ടേൽ. വിതൽഭായ് പട്ടേൽ എന്ന് പറയുമ്പം വല്ലഭായ് പട്ടേൽ അല്ല, അതെന്ത് ചേട്ടനാണ് വിതൽഭായ് പട്ടേൽ. ഇപ്പം ഇവരൊക്കെയാണ് ഈ പ്രോ ചേഞ്ചേഴ്സ്, അതായത് മാറ്റം വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർ. അപ്പം ഇവർ ഈ പ്രോ ചേഞ്ചേഴ്സിൻ്റെ ചിന്താ രീതിയിൽ, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി ഇരിക്കുന്നവർ ഇനി പുറത്ത് വരിക, പിന്നെ അങ്ങനെ ഈ ബ്രിട്ടീഷ് നിയമസഭയിൽ ഇരിക്കുന്നവർ അവരുടെ സ്ഥാനങ്ങളൊക്കെ രാജിവെച്ചിന് പുറത്ത് വരിക. അപ്പം അങ്ങനെ പുറത്ത് വന്നാൽ ബ്രിട്ടീഷുകാർക്ക് സുഖമായില്ലേ. കാരണം കൗൺസിലുകളിലും ഓരോ ഗവൺമെൻറ് ഉദ്യോഗങ്ങളിലും സൈന്യത്തിലൊക്കെ ഇരിക്കുന്ന ഇന്ത്യക്കാരിഞ്ഞ് രാജിവെച്ച് പുറത്ത് പോരുന്ന അവർക്ക് സുഖമായില്ലേ. അവർക്ക് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൂടെ. അപ്പോൾ ഈ പ്രോ ചേഞ്ചേഴ്സ്, അതായത് മാറ്റം വേണം എന്ന് വാദിക്കുന്ന ഈ CR ദാസ്, മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ പറഞ്ഞത് നമ്മൾ അങ്ങനെ പിൻവലിച്ച് ഈ ജോലിയൊക്കെ രാജിവെച്ച് പുറത്തേക്ക് പോകരുത്. നമ്മൾ അവരുടെ ഇലക്ഷനിൽ പങ്കെടുക്കണം, അവരുടെ നിയമസഭയിൽ കയറിയിരിക്കണം, അതിൽ അംഗങ്ങളാവണം, എന്നിട്ട് അവരെ അവിടെ ഇരുന്ന് കൊണ്ട് എതിർക്കണം. അങ്ങനെ വേണം നമ്മൾ ഫലപ്രദമായിട്ട് പെരുമാറാൻ. അല്ലാതെ നമ്മളെല്ലാം എല്ലാത്തിൽ നിന്നും പിന്മാറി പുറത്തോട്ട് നിന്നാൽ അവർക്ക് എളുപ്പമാകത്തേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും, അങ്ങനെ കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് ചിന്താഗതിയുള്ള ആൾക്കാർ ഇരിക്കുമ്പോഴത്തേക്കും ഒരു സമ്മേളനം വരുവാണ്, ഗയാ സമ്മേളനം. 1922 ഡിസംബറിലെ ഗയാ സമ്മേളനം വരുവാണ്. ആ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് CR ദാസ് ആണ്. CR ദാസ് പ്രോ ചേഞ്ചേഴ്സ്, അതായത് ചേഞ്ച് വേണം എന്ന് വാദിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരു നേതാവാണ് CR ദാസ്. CR ദാസ് ആണ് ഇതിൻ്റെ പ്രസിഡന്റ് ആവുന്നത് ഗയാ സമ്മേളനത്തിൻ്റെ. അപ്പോൾ അതിനകത്ത് പ്രോ ചേഞ്ചേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം എന്ന് പറയുന്നത് ബഹിഷ്കരിച്ച സഭയിലേക്ക് ഇന്ത്യക്കാർ കയറിപ്പോകണം, അവിടെ മത്സരിക്കണം, ജയിക്കണം, എന്നിട്ട് അവിടെ കയറി ഇരുന്നുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന നിയമങ്ങളെയൊക്കെ എതിർക്കണം, അവരുടെ പരിപാടികൾ അതുപോലെ അങ്ങനെ നമ്മൾ തടസ്സപ്പെടുത്തണം. നോ ചേഞ്ചേഴ്സ് കരുതുന്നത് ഇതൊക്കെ ഗാന്ധിജിയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ വെച്ചിട്ട് CR ദാസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ CR ദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കൊണ്ടുവരുന്ന പ്രമേയം ഇവരെതിർക്കുവാണ്. അങ്ങനെ ഇത് വോട്ടിട്ട് എതിർപ്പ് വരുമ്പോഴത്തേക്ക് വോട്ടിടുമല്ലോ, വോട്ടിട്ട് ഈ നോ ചേഞ്ചേഴ്സ് വിജയിക്കുവാണ്. അതായത് CR ദാസിൻ്റെ ഭാഗം തോക്കുവാണ്. അങ്ങനെ CR ദാസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെക്കുന്നു. അങ്ങനെ ഈ CR ദാസ് എന്ന് പറയുന്നത് ഇച്ചിരി ടാലൻ്റ് ഉള്ള ആളാണ്.
ഒക്കെ ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള അറിവുള്ള ആളാണ്. പുള്ളിക്ക് മനസ്സിലായി പിളർപ്പിന് നിന്ന് കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് പ്രതികൂലമായിരിക്കും. ഇപ്പം രണ്ടഭിപ്രായമായി അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്ക് അത് ക്ഷീണമായിരിക്കും. അതുകൊണ്ട് പുള്ളി ഈ പിളർന്നു പോകാൻ തീരുമാനിച്ചില്ല. പാർട്ടിക്ക് ആ INC ഉള്ളിൽ തന്നെ വേറൊരു വിങ്ങായിട്ട് പ്രവർത്തിക്കാനാണ് പുള്ളി തീരുമാനിച്ചത്. അങ്ങനെ ഒരു പുതിയ വിങ് കോൺഗ്രസിനകത്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? അതായത് പ്രോ ചേഞ്ചേഴ്സ് ഉണ്ടാവും. CR ദാസിൻ്റെ നേതൃത്വത്തിലുള്ള ആ പ്രോ ചേഞ്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും? ഖിലാഫത്തിലെ ആൾക്കാരുണ്ടാവും. കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കോൺഗ്രസ് കയറിപ്പറ്റിയത്. അപ്പോൾ കോൺഗ്രസ് എന്ന് കയറിപ്പറ്റിയപ്പോൾ ഇതാ അടക്കുന്നത് മറ്റേ നോക്ക് ഓപ്പറേഷൻ മുന്നേ പിൻവലിച്ച്. അപ്പം അവർക്ക് മുന്നോട്ട് പോകണം, ഖിലാഫത്തുകാർക്ക്. അപ്പോൾ അവർക്ക് അറിയാമല്ലോ, അവർക്ക് ഉദ്ദേശം വേറെയാണ്. അപ്പം അവരും കൂടെ ഈ കോൺഗ്രസിൻ്റെ കൂടെ കൂടി, കാരണം അവർക്ക് മുന്നോട്ട് പോകണം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ ആയിക്കോട്ടെ, ഈ പ്രോ ചേഞ്ചസിൻ്റെ കൂടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അവരുടെ കൂടെ കൂടി. അങ്ങനെ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്ന് പറഞ്ഞ്, അഥവാ സ്വരാജ് പാർട്ടി നിലവിൽ വരുവാണ്. അപ്പം ചോദ്യം എന്ന് പറയുന്നത്, സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത സമ്മേളനം അത് ഗയാ സമ്മേളനമാണ്, 1922 ഡിസംബർ. പിന്നെ സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1921 ജനുവരി 1. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം അലഹബാദ്, 1923. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് CR ദാസ്. പിന്നെ സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ഓക്കെ, അങ്ങനെ ഈ സ്വരാജ് പാർട്ടി അങ്ങനെ നിലവിൽ വന്നു. പിന്നെ അവർ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടി. അവർ കൗൺസിലിൽ കയറിപ്പറ്റി, ഇലക്ഷനൊക്കെ ജയിച്ചു. പിന്നെ ഒരുപാട് റെക്കമെൻഡേഷൻസ് അവർ ബ്രിട്ടീഷുകാരോട് നടത്തി. ഇവിടെ പല റിഫോംസും കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിലൊക്കെ സൈമൺ കമ്മീഷൻ വരുന്ന കാര്യത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തി വിജയം കൈവരിച്ചവരാണ് ഈ സ്വരാജ് പാർട്ടി. പക്ഷേ ഇവർ മെല്ലെ പോകും തോറും തകർന്നു എന്ന് പറയുന്നതിനകത്ത് മെയിനായിട്ട് CR ദാസ് മരിച്ചു. CR ദാസിൻ്റെ മരണത്തോടെ ഏകദേശം അവർ തകരുവാണ്. പിന്നെ പല കാരണങ്ങളുണ്ട്. അതായത് ഇന്റേണൽ സ്പ്ലിറ്റ്, ഈ സ്വരാജ് പാർട്ടിക്കുള്ളിൽ തന്നെ സ്പ്ലിറ്റ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്യൂസ് വന്നിട്ട് ഇതങ്ങ് ക്ഷയിക്കുകയാണ്. അങ്ങനെ 1934 കംപ്ലീറ്റ്ലി തരിപ്പണമാവുകയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വരാജ് പാർട്ടിയുടെ കാര്യത്തിൽ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കണ്ട. നമുക്ക് ആ വർഷം, രൂപീകൃതമായ വർഷം, പിന്നെ സമ്മേളനം നടന്ന സ്ഥലം, പിന്നെ അതിനകത്ത് ആദ്യത്തെ പ്രസിഡന്റ്, ആദ്യത്തെ സെക്രട്ടറി, ഇത്രയും അറിഞ്ഞാൽ മതിയോ? അടുത്തത് സൈമൺ കമ്മീഷനാണ്, 1927. അപ്പോൾ അതിനകത്ത് ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മീഷൻ, അതായത് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് കമ്മീഷനുകളെ ഏർപ്പാടാക്കാറുണ്ട്. അതുപോലെ ഒരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അതായത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെക്കുറിച്ച് പറയണം. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു പോർഷനാണത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒന്നാണ്, ആ ഒരു ആക്ട് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുടെ പ്രവർത്തനം അളക്കാനായിട്ട് 10 വർഷം കഴിഞ്ഞിട്ടൊരു കമ്മീഷൻ രൂപീകരിക്കുമെന്ന് എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് 10 വർഷം കഴിഞ്ഞൊരു കമ്മീഷൻ വരണം. ആ ഒരു കമ്മീഷനാണ് ഈ സൈമൺ കമ്മീഷൻ. പക്ഷേ അത് 10 വർഷം കാത്തിരുന്നില്ല. അതിനു മുമ്പിട്ട് 1927 അയക്കുവാണ്. കാരണം അപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി വളരെ മോശമായതുകൊണ്ട് ജനങ്ങളൊക്കെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് 1927 ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലോട്ട് വരുവാണ്. ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് 7 അംഗ കമ്മീഷനാണ്. അതായത് അതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നത് ജോൺ സൈമൺ ആണ്. അതുകൊണ്ടാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ജോൺ സൈമന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം എന്ന് വെച്ചാൽ 1927, ഇന്ത്യയിൽ വന്നത് 1928 ഫെബ്രുവരി 3. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ഇർവിൻ പ്രഭുവാണ്. പിന്നെ ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാ പാർട്ടിക്കാരും, ഇത് മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, INC ആയിക്കോട്ടെ, എല്ലാവരും പൊതുവെ ഇത് എതിർക്കാനുണ്ടായത്. കാരണം ഈ സൈമൺ കമ്മീഷനകത്ത് ഒറ്റ ഇന്ത്യക്കാർ പോലും ഇല്ല എന്നുള്ള കാരണത്തിൽ. അതായത് ഇന്ത്യക്കാർക്ക് അനുകൂലമായി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഒരു കമ്മീഷനകത്ത് ഒറ്റ ഇന്ത്യക്കാർ പോലും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ജനങ്ങൾക്ക് സംശയമായി. അങ്ങനെ എല്ലാ പാർട്ടിക്കാരും ഇതിനെ
എതിർക്കുകയാണ്. അങ്ങനെ ഈ കമ്മീഷൻ എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെ എല്ലാം കരിങ്കൊടി കാണിക്കുക, സൈമൺ ഗോ ബാക്ക് എന്നൊരു മുദ്രാവാക്യമൊക്കെ മുഴക്കുക. അങ്ങനെ ലാഹോറിൽ വെച്ചിട്ട് ഈ സൈമൺ കമ്മീഷനെതിരെ ഒരു പ്രകടനം നടക്കുന്നു. ആ ജനക്കൂട്ടത്തിനെതിരെ ലാത്തിച്ചാർജ് ഉണ്ടാകുന്നു. ആ ലാത്തിച്ചാർജ് വെച്ചിട്ടാണ് ലാലാ ലജ്പത് റോയ് ക്രൂരമായിട്ട് പോലീസ് മർദ്ദനമേറ്റിട്ട് പിന്നീട് മരണപ്പെടുന്നത്. അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഈ സൈമൺ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ലാലാ ലജ്പത് റോയിയെ ലാത്തിച്ചാർജ് ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിട്ട ആ ഒരു പരിപാടിക്ക് കൂട്ടുനിന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ. ഈ സാൻഡേഴ്സനാണ് പിന്നീട് ഭഗത് സിംഗ് വധിക്കുന്നത്. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പം സൈമൺ കമ്മീഷൻ ഇങ്ങനെ ഒരുപാട് എതിർപ്പുകൾ നേരിട്ടെങ്കിലും അവർ പഠിച്ച് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം എന്ന് പറയുന്നത് 1929 മാർച്ച് 3 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം എന്ന് പറയുന്നത് 1930. അവർ റിപ്പോർട്ട് സമർപ്പിച്ചതിനകത്ത് ഒരുപാട് റെക്കമെൻഡേഷൻസ് അവർ പറയുകയുണ്ടായി. ദ്വിഭരണം എടുത്ത് കളയണമെന്നും പിന്നെ ഒരു ഫെഡറേഷനെ കൊണ്ടുവരണം, അങ്ങനെ ഒരുപാട് റെക്കമെൻഡേഷൻ അവർ റിപ്പോർട്ടിൽ സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത് സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928 ഫെബ്രുവരി 3, സൈമൺ കമ്മീഷനിലുണ്ടായിരുന്ന അംഗങ്ങൾ തന്നെ 7, പിന്നെ എന്തുകൊണ്ടാണത് ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചത്, പിന്നെ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക്, പിന്നെ സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ അടിയേറ്റ് മരിച്ച നേതാവ് ലാലാ ലജ്പത് റോയ്. പിന്നെ ഇത്രയാകുമ്പോഴത്തേക്ക് സൈമൺ കമ്മീഷൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് ബർദോളി സത്യാഗ്രഹമാണ്. ബർദോളി സത്യാഗ്രഹം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് ഓർക്കണം. സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന വെളിപ്പേരൊക്കെ കിട്ടുന്നത് ഈ ഒരു സത്യാഗ്രഹമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഈ ബർദോളി എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂററ്റിനടുത്തുള്ളൊരു കർഷക ഗ്രാമമാണ്. അപ്പോൾ അവിടെ 1925 വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുകയാണ്, ക്ഷാമം ഉണ്ടാവുകയാണ്, അങ്ങനെ വിളകളൊക്കെ നശിക്കുകയാണ്. ഈ സമയത്ത് ബോംബെ പ്രസിഡൻസിയുടെ അണ്ടറിലാണ് ഈ പ്രദേശം, ഗുജറാത്തും ഈ പറഞ്ഞ പ്രദേശമൊക്കെ. അപ്പോൾ ബോംബെ പ്രസിഡൻസി 22% നികുതി നിരക്ക് കൂട്ടുവാണ്, ഒരു കാര്യമില്ലാതെ, ഒന്നും പറയാതെ. അപ്പോൾ ഇത് കർഷകരെ ബുദ്ധിമുട്ടിലാഴ്ത്തി. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിലോട്ട് വല്ലഭായ് പട്ടേൽ ഇടപെടുവാണ്. ഗാന്ധിജിയുടെ സപ്പോർട്ടോടു കൂടി അദ്ദേഹം സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണ്. നികുതി അടക്കില്ല എന്ന് പറയുകയാണ്. കാരണം അപേക്ഷകളെല്ലാം ഈ ബോംബെ പ്രസിഡൻസി നിരസിച്ചു. അങ്ങനെ നികുതി അടയ്ക്കുന്നില്ല എന്ന് വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയാണ്. ഇത് ഗവൺമെൻറ് സകല ശക്തിയെടുത്ത് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ഈ സത്യാഗ്രഹം. അവരെ ഭൂമി പിടിച്ചെടുക്കുന്നു, പിന്നെ കന്നുകാലികൾ പിടിച്ചെടുക്കുന്നു, അങ്ങനെ ഒരുപാട് അറസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് അടിച്ചമർത്തൽ നടത്തി. പക്ഷേ ഒരു തരത്തിലും ഒത്തുതീർപ്പിന് വഴങ്ങിയില്ല കർഷകരും വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക സംഘങ്ങളും. അങ്ങനെ ഗവൺമെൻറ് അയയാണ്, അവർ ഗവൺമെൻറ് സമ്മർദ്ദത്തിലായിട്ട് അയയുവാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയാണ്. മാക്സ്വെൽ ബ്രൂംഫീൽഡ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുകയാണ്. അങ്ങനെ ആ കമ്മിറ്റി വന്ന് പഠിക്കുന്നു. അങ്ങനെ ഈ ഒരു നികുതി കയറ്റം തെറ്റാണെന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ നികുതി കുറയ്ക്കുന്നു. അങ്ങനെ ഈ ബർദോളി സത്യാഗ്രഹം വിജയിക്കുവാണ്. ഈ ഒരു വിജയം നമ്മുടെ ഒരുപാട് ഇന്ത്യക്കാരിൽ പ്രതീക്ഷ നൽകിയൊരു വിജയമായിരുന്നു ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ഈ സർദാർ വല്ലഭായ് പട്ടേലായിട്ട് വളരെ ഫേമസായി പേരെടുത്ത ഒരു സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആര്? ഗാന്ധിജി. ഓക്കെ. അടുത്തത് നെഹ്റു റിപ്പോർട്ടാണ്. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നു. അപ്പോൾ മെയിനായിട്ട് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ എതിർത്തത്, അതായത് കോൺഗ്രസും ബാക്കിയുള്ള പാർട്ടികളും എല്ലാം എതിർത്തത്, അതിനകത്ത് ഒറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ല എന്നുള്ള കാര്യം വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ബദലായിട്ട് ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ലോർഡ് ബിർക്കൻ ഹെഡ് എന്ന് പറയുന്ന
പ്രഭു ഇന്ത്യൻ നേതാക്കളെ വെല്ലുവിളിച്ചു. അതായത് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താത്തത് ഇന്ത്യക്കാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണെന്നും, അതായത് അത് അങ്ങനെ ഒരു ചുണയുണ്ടെങ്കിൽ ഇന്ത്യക്കാർ സ്വന്തമായിട്ടൊരു ഭരണഘടനയുടെ കരട് തയ്യാറാക്കി കാണിച്ചു താ എന്നൊരു വെല്ലുവിളി അദ്ദേഹം പരോക്ഷമായിട്ട് ഉന്നയിച്ചു. അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ ഈ വെല്ലുവിളി സ്വീകരിക്കുകയും ഒരു ഭരണഘടനയുടെ കരട്, അതായത് കരടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതിൻ്റെ ബ്രീഫ് ഉണ്ടാക്കാനുള്ള ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു, ഒരു സർവകക്ഷി സമ്മേളനം കൂടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു സെക്രട്ടറിയാണ് അതിൻ്റെ. പിന്നെ അത് കൂടാതെ അലീം ഇമാം, പിന്നെ സുഭാഷ് ചന്ദ്രബോസ്, ഷുഹൈബ് ഖുറേഷി, അങ്ങനെ ഒരുപാട് പേരുണ്ട് അതിനകത്ത് അംഗങ്ങളായിട്ട്. അങ്ങനെ ഈ ഒരു കമ്മിറ്റി തയ്യാറാക്കിയ കരട് ഭരണഘടനയാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്, അല്ലെങ്കിൽ നെഹ്റു റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇത് 1928 ആഗസ്റ്റ് 28 നടന്ന സർവകക്ഷി സമ്മേളനത്തിന് ലക്നൗ സമ്മേളനത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നെഹ്റു റിപ്പോർട്ട്. അപ്പോൾ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ മോത്തിലാൽ നെഹ്റു ആണ്. ഈ നെഹ്റു റിപ്പോർട്ട് ഒരുപാട് ശുപാർശകൾ വെച്ചു. പക്ഷേ ഈ നെഹ്റു റിപ്പോർട്ട് കാരണം മുസ്ലിം ലീഗും കോൺഗ്രസും INCയും നമ്മൾ തെറ്റിപ്പിരിയാണുണ്ടായത്. കാരണം മുഹമ്മദ് അലി ജിന്ന പോലുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഈ നെഹ്റു റിപ്പോർട്ട് തള്ളിക്കളയുമായിരുന്നു പാടെ. കാരണം അത് മുസ്ലിം വിരുദ്ധ കാര്യങ്ങളാണ് അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ നെഹ്റു റിപ്പോർട്ട് മുസ്ലിം ലീഗ് തള്ളിക്കളയായിരുന്നു. അങ്ങനെ ഈ INCയും മുസ്ലിം ലീഗുമായിട്ടുള്ള സ്പ്ലിറ്റിന് ഈ നെഹ്റു റിപ്പോർട്ട് കാരണമായി. അത് നമ്മളിതിൻ്റെ കൂടെ ചേർന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തേക്ക് നിർത്തുവാണ്. ഇനി വരുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം, വട്ടമേശ സമ്മേളനം, പിന്നെ അങ്ങനെ കുറച്ച് കാര്യം, ക്രിപ്സ് മിഷൻ, ക്വിറ്റ് ഇന്ത്യ സമരം ഒക്കെ വരുവാണ്. ഓക്കെ.